ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ വോട്ടെടുപ്പിന് 5 ദിവസം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കിയ മുന്നണികൾ. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് തിരുവല്ലയിലെ NDA പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ഇത് 2ാം തവണയാണ് ശ്രീ മോദി കേരളത്തിൽ പ്രചാരണത്തിനെത്തുന്നത്. ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവല്ലയിലെ പരിപാടികൾക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്ന അദ്ദേഹം കെള്ളിപ്പാലം മുതൽ കരമന വരെയുള്ള NDAയുടെ റോഡ് ഷോയിലും പങ്കെടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ആലപ്പുഴയിലെ UDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. കൊച്ചി, കുന്നത്തുനാട് എന്നിവിടങ്ങളിലെ UDF പ്രചാരണ പരിപാടികളിലും ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കും. CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്ന് കോട്ടയം ജില്ലയിലെ LDF പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. നാളെ തിരുവനന്തപുരത്തെ LDF പരിപാടികളിലും ശ്രീ MA ബേബി സംബന്ധിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. ചങ്ങനാശ്ശേരി പെരുന്ന NSS കോളേജ്, കോണ്ടൂർ ബാക്ക്വാട്ടേഴ്സ് ഹോട്ടൽ ആൻഡ് റിസോർട്ട്സ് എന്നിവയുടെ വ്യോമപരിധിയിലും കോട്ടയം ജില്ലയിലെ ഹെലിപ്പാഡുകളിലും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും പറത്തുന്നത് നിരോധിച്ചു. ഇന്ന് പുലർച്ചെ 12 മുതൽ 24 മണിക്കൂറാണ് നിരോധനം. തിരുവല്ലയിലും തിരുവനന്തപുരത്തും ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന EVM കമ്മീഷനിംഗ് പൂർത്തിയായി. ഇതിന്റെ ഭാഗമായി EVM കമ്മീഷനിംഗ് നടന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ പട്ടം കേന്ദ്രീയ വിദ്യാലയവും നേമമണ്ഡലത്തിലെ കോട്ടൺ ഹിൽ സ്കൂളും തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി സന്ദർശിച്ചു. പോളിംഗ് ഇതര ഉദ്യോഗസ്ഥരുടെ പോസ്റ്റൽ വോട്ടിംഗിന് സൌകര്യമൊരുക്കിയിട്ടുള്ള ഡെസിഗ്നേറ്റഡ് വോട്ടേഴ്സ് ഫെസിലിറ്റേഷൻ സെന്ററിലും കളക്ടർ സന്ദർശനം നടത്തി. നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ 14 നിയോജക മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് കണക്കുകളുടെ 3ാം ഘട്ട പരിശോധന ഈ മാസം 6, 7 തീയതികളിൽ നടക്കും. കണ്ണൂർ ജില്ലയിലെ 2ാം ഘട്ട പരിശോധന ഇന്ന് നടക്കും. 3ാം ഘട്ട പരിശോധന ഈ മാസം 7-നാണ്. ഭിന്നശേഷിക്കാർക്കും 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർക്കും അനുവദിച്ച ഹോം വോട്ടിംഗിന് സംസ്ഥാനത്ത് 2 ലക്ഷത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇന്നലെ വരെ 1,99,819 പേരാണ് ഹോം വോട്ടിംഗിലൂടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്തത് ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിച്ച പത്തനംതിട്ട അടൂർ സ്വദേശി രാജീവിനെതിരെ കേസെടുക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ പോലീസിന് നിർദ്ദേശം നൽകി. ഏപ്രിൽ 2 രാത്രിയിലാണ് വോട്ട് ചെയ്ത പോസ്റ്റൽ ബാലറ്റിന്റെ ചിത്രം ഫേസ്ബുക്കിലൂടെ പ്രദർശിപ്പിച്ചത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുടെ യോഗം ഇന്ന് കളക്ടറേറ്റിലാണ് യോഗം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ 13 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കിയതായി ജില്ലാ കളക്ടർ N. ദേവിദാസ് അറിയിച്ചു. ഇവിടങ്ങളിൽ പോളിംഗ് ഉദ്യോഗസ്ഥരും സുരക്ഷാ ജീവനക്കാരുമടക്കം എല്ലാവരും സ്ത്രീകളായിരിക്കും. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ 3 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകളും ഇതര മണ്ഡലങ്ങളിൽ ഓരോന്നുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വോട്ടേഴ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ കേരളയുടെ ആഭിമുഖ്യത്തിൽ കോവളം കടൽ തീരത്ത് മണൽ ശില്പമൊരുക്കി. സ്വീപ് നോഡൽ ഓഫീസറും അസിസ്റ്റന്റ് കളക്ടറുമായ ശിവശക്തിവേൽ C. ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം മറ്റന്നാൾ അവസാനിക്കും. 234 മണ്ഡലങ്ങളിലേക്ക് ഈ മാസം 23-ന് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. 27 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ BJPയും 28 നിയമസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസും പ്രഖ്യാപിച്ചു. ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്ന S. ചന്ദ്രൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ദീർഘകാലം തിരുവനന്തപുരം നിലയത്തിൽ ജോലി ചെയ്ത അദ്ദേഹം ആകാശവാണിയുടെ കണ്ണൂർ, നാഗർകോവിൽ നിലയങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 4 തവണ ആകാശവാണി ആനുവൽ അവാർഡ് നേടിയ S. ചന്ദ്രൻ നിരവധി ജനപ്രിയ പരിപാടികളുടെ ചുമതലയും വഹിച്ചിരുന്നു. ചന്ദ്രനു ചുറ്റുമുള്ള യാത്രയ്ക്കിടെ ആർട്ടിമിസ് 2 പേടകത്തിൽ നിന്നും എടുത്ത ഭൂമിയുടെ ആദ്യത്തെ ഉയർന്ന റെസൊല്യൂഷൻ ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടു. ഹലോ വേൾഡ് എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യ ചിത്രം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിശാലമായ നീലവിസ്തൃതി കാണിക്കുന്നു. പേടകം നാളെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് LPG, പെട്രോൾ, ഡീസൽ എന്നിവ ആവശ്യത്തിന് ലഭ്യമാണെന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പു നൽകി എണ്ണ കമ്പനികൾ. ഉപഭോക്താക്കൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും തങ്ങളുടെ വിതരണ ശൃംഖലയുടെ LPG റീഫില്ലുകൾ സുഗമമായും കൃത്യസമയത്തും നൽകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എല്ലാ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്കും വേണ്ടി ഓയിൽ ഇൻഡസ്ട്രി കേരള സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റർ അറിയിച്ചു. സംസ്ഥാനത്തുടനീളമുള്ള ചില്ലറ വിൽപ്പനശാലകളിലും സംഭരണ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് പെട്രോൾ, ഡീസൽ സ്റ്റോക്കുകൾ ലഭ്യമാണെന്ന് കമ്പനികൾ ഉറപ്പു നൽകി. സംസ്ഥാനത്ത് താപനില ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്ന പശ്ചാത്തലത്തിൽ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.